വിഷുക്കണിക്ക് വെച്ച പുളിയവര എന്ത് ചെയ്യും? മാങ്ങയോടൊപ്പം നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കാം. പുളിയവര പാലക്കാടൻ കണിക്കൂട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം. വിഷുക്കണി കഴിഞ്ഞു കഴിഞ്ഞാൽ പുളിയവര എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം. അതിനെ നന്നായിട്ട് കഴുകിയിട്ടൊരു കുക്കറിലിടാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നല്ല 3-4 വിസിൽ വയ്ക്കാം. പുളിയവര അവിടെ വേകട്ടെ. നമുക്ക് മാങ്ങ കട്ട് ചെയ്യാം, തേങ്ങ അരിക്കാം. തേങ്ങയോടൊപ്പം കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, കുറച്ച് വെള്ളം എല്ലാം കൂടെ വെച്ച് നല്ലതായിട്ട് അരിക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു മൺചട്ടിയിൽ കുറച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. മാങ്ങയോടൊപ്പം നമുക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. ഒരു 1.5 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് മല്ലിപ്പൊടി 1 സ്പൂണ് മതിയാവും. നമ്മുടെ പുളിയവര വെന്ത് വന്നിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരുമ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും അതിനോടൊപ്പം മിക്സി ജാറ് കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. കറിവേപ്പില വാരി വിതറാം. ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുളിയവര മാങ്ങാക്കറി റെഡിയായി. നല്ല ടേസ്റ്റാണ്. പുളിയവരയ്ക്ക് സാധാരണ കയ്പ്പാണ്, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, ഒരല്പം പോലും കയ്പ്പുണ്ടാവില്ല. താങ്ക് യു.